നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്തിന്റെ എഞ്ചിനിൽ കുടുങ്ങി യുവാവിന് ദാരുണാന്ത്യം. പുറപ്പെടാൻ തയ്യാറായി നിന്ന വിമാനത്തിന്റെ എഞ്ചിനിൽ കുടുങ്ങിയാണ് അപകടമുണ്ടായത്. ബെർഗാമോ വിമാനത്താവളത്തിലാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. ഇറ്റലിയിലെ ബെർഗാമോ വിമാനത്താവളത്തിലാണ് ഇത്തരത്തിലൊരു അപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 10:30 അപകടമുണ്ടായത്. സ്പെയിനിലെ ആസ്റ്റൂരിയസിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു വിമാനം. ഇതിനിടെ യുവാവ് റൺവേയിലേക്ക് അപ്രതീക്ഷിതമായി എത്തുകയായിരുന്നു. എഞ്ചിനിൽ കുടുങ്ങി യുവാവ് തൽക്ഷണം മരിച്ചു. 35 വയസ്സുകാരനാണ് മരണപ്പെട്ടത് എന്നാണ് ഇറ്റാലിയൻ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൊളോത്തിയ കമ്പനിയുടെ A319 എഞ്ചിനിലാണ് യുവാവ് കുടുങ്ങിയത്. അപകടത്തെ തുടർന്ന് 2 മണിക്കൂറോളം വിമാന ഗതാഗതം തടസ്സപ്പെട്ടതായി ബെർഗാമോ വിമാനത്താവള അധികൃതരും വ്യക്തമാക്കുകയുണ്ടായി. 19ഓളം വിമാനങ്ങളാണ് റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായത്. 9 വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു. പോലീസ് പിന്തുടർന്നതിനെ തുടർന്നാണ് യുവാവ് റൺവേയിൽ എത്തിയതെന്നും സുരക്ഷാ വാതിലിലൂടെയാണ് റൺവേയിൽ കടന്നതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇയാൾ വിമാനയാത്രികനോ എയർപോർട്ട് ജീവനക്കാരനോ അല്ല എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ വൊളോത്തിയ വിമാന കമ്പനി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള ഒരു ചോദ്യം. എങ്ങനെ ഈ യുവാവ് ഇവിടേക്ക് എത്തിപ്പെട്ടു? ആരാണ് ഇയാൾ? എന്തിന് ഇവിടേക്ക് വന്നു? ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും റൺവേയിലൊക്കെ ജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെ എങ്ങനെ യുവാവ് എത്തിപ്പെട്ടു എന്നതാണ് ചോദ്യം. അതിന് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു വാർത്ത. വലിയൊരു ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് വിമാനം. US-ലാണ് എയർപോർട്ട് അധികൃതർ കണ്ടു നിൽക്കെ അപകടമുണ്ടായത്. ചെക്ക് ലിസ്റ്റ് എല്ലാം പൂർത്തിയാക്കി ടാക്സി വേയിലൂടെ പതിയെ നീങ്ങിയ വിമാനം ക്ലിയർ ടു ടേക്ക് ഓഫ് കമാൻഡിൽ ത്രസ്റ്റ് കൊടുത്തപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. ആ നിമിഷം തന്നെ പൈലറ്റിന് അപകടം മനസ്സിലായി. നിമിഷ നേരം കൊണ്ട് മുൻഭാഗം ഇളകിത്തെറിച്ച് റൺവേയിൽ നിന്നും വിമാനം തെന്നിമാറി. ഇതോടെ യാത്രക്കാർ അടക്കം ഭയന്ന് നിലവിളിച്ചു. ജെറ്റ് ബ്ലൂ വിമാനത്തിലായിരുന്നു നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ടേക്ക് ഓഫിനായി റൺവേയിൽ എത്തിയതായിരുന്നു വിമാനം. ഇത് തെന്നിമാറി. വലിയ ദുരന്തമാണ് ഒഴിഞ്ഞു മാറിയത്. അമേരിക്കയിലെ ഓർലാൻഡോയിൽ ജെറ്റ് ബ്ലൂ വിമാനമാണ് അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ടാക്സി വേയിൽ നിന്ന് വിമാനം സമീപത്തെ പുൽമൈതാനത്തിലേക്ക് തെന്നിമാറി. രാവിലെ 10 മണിയോടെയാണ് സംഭവമുണ്ടായത്. ജെറ്റ് ബ്ലൂ എയർലൈൻ്റെ 488 എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഓർലാൻഡോയിൽ നിന്ന് മസാച്യുസെറ്റ്സിലേക്ക് പുറപ്പെട്ടതായിരുന്നു വിമാനം. ടേക്ക് ഓഫ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നതിനിടെ വിമാനത്തിന്റെ മുൻഭാഗം തറയിലേക്ക് പതിച്ചു. സാങ്കേതിക തകരാറാണ് സംഭവത്തിന് പിന്നിൽ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഈയിടയ്ക്കുണ്ടായ മറ്റൊരു സംഭവം കൂടി നമുക്ക് നോക്കാം. സ്പെയിനിലെ പാൽമ ദെ മാലോഗ വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിനിടെ വിമാനത്തിന്റെ ചിറകിൽ അഗ്നിബാധയുണ്ടായി. പിന്നാലെ യാത്രക്കാരെ വലത് ചിറകിലൂടെ പുറത്തേക്കിറക്കി. റയാൻ എയറിന്റെ ബോയിങ് 737 വിമാനത്തിലായിരുന്നു അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. 18 പേർക്കാണ് അഗ്നിബാധയിൽ പരിക്കേറ്റത്. പുലർച്ചെ 12:30 സംഭവമുണ്ടായത്. ഇടത് ചിറകിൽ തീ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിമാനത്തിലെ ക്രൂ അംഗങ്ങളാണ് എമർജൻസി അറിയിപ്പ് നൽകിയത്. പിന്നാലെ തന്നെ യാത്രക്കാരെ ഇവാക്യുവേറ്റ് ചെയ്തു. യാത്രക്കാരിൽ ഒരാളുടെ മൊബൈലിൽ വന്ന സന്ദേശം മൂലം അമേരിക്കൻ എയർലൈൻസിന്റെ വിമാനം യാത്രാമധ്യേ തിരിച്ചിറക്കുകയായിരുന്നു. ജൂലൈ 3-നായിരുന്നു സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. യാത്രക്കാരിൽ ഒരാളുടെ മൊബൈലിലെ സന്ദേശം സഹയാത്രക്കാരിൽ ഒരാൾ കാണുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്തതായിരുന്നു ഇത്തരത്തിലുള്ള ആശങ്കാപരമായ ഒരു സംഭവത്തിലേക്ക് നയിക്കാൻ ഇടയായത്. പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ജൂലൈ 3-ന് പ്യൂർട്ടോ റിക്കോയിലെ സാൻ ജുവാനിൽ നിന്നായിരുന്നു വിമാനം പുറപ്പെട്ട് തിരിച്ചിറക്കിയത്. വിമാനത്തിലെ ഒരു യാത്രക്കാരന്റെ മൊബൈലിൽ റെസ്റ്റ് ഇൻ പീസ് എന്നതിന്റെ ചുരുക്കരൂപമായ RIP എന്ന സന്ദേശം സഹയാത്രികൻ കണ്ടു. പിന്നാലെ ഇയാൾ വിമാനത്തിന് ഭീഷണിയുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നു. ക്യാബിൻ ക്രൂവിനെ വിവരം അറിയിക്കുന്നു. പിന്നാലെ വിമാനം പറന്നുയർന്ന് 32 മിനിറ്റിന് ശേഷം സാൻ ജുവാനിൽ തന്നെ തിരിച്ചിറക്കി. വിമാനം ലാൻഡ് ചെയ്തതിന് പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിമാനം പരിശോധിക്കുകയും സന്ദേശം കിട്ടിയ യാത്രക്കാരനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഈ യാത്രക്കാരന്റെ ബന്ധുക്കളിൽ ഒരാൾ മരിച്ചിരുന്നു. അതിൽ അനുശോചനം രേഖപ്പെടുത്തിയുള്ള സന്ദേശമായിരുന്നു ഇത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. പിന്നാലെ ഭീഷണിയിലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വിമാന യാത്ര പുനരാരംഭിക്കുകയും ചെയ്തു. ഏകദേശം 3/4 മണിക്കൂർ വൈകിയാണ് വിമാനം പുറപ്പെട്ടത്. മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഈയിടയ്ക്കുണ്ടായ ഒരു സംഭവമാണ്. യാത്രക്കിടെ വിമാനത്തിന്റെ ജനാല ഇളകി മാറി. ഗോവയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന സ്പൈസ് ജെറ്റിന്റെ ST1080 വിമാനത്തിലാണ് സംഭവമുണ്ടായത്. ഇതിന്റെ ദൃശ്യങ്ങൾ യാത്രക്കാർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ജനാലയുടെ ഫ്രെയിം ഇളകിയതോടെ യാത്രക്കാർ പരിഭ്രാന്തരായി. പക്ഷേ യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും മുംബൈയിലെത്തിയ ഉടൻ പ്രശ്നം പരിഹരിച്ചെന്നും സ്പൈസ് ജെറ്റ് വ്യക്തമാക്കി. സ്പൈസ് ജെറ്റിന്റെ Q400 വിമാനങ്ങളിൽ ഒന്നിന്റെ കോസ്മെറ്റിക് ജനാല അയഞ്ഞിളകിയ
സംഭവമാണ് ഉണ്ടായത്. ടണലിനായി ജനാലയിൽ ഘടിപ്പിച്ചിട്ടുള്ള ഫ്രെയിം മാത്രമാണ് ഇതെന്നതിനാൽ വിമാനത്തിന്റെയും യാത്രക്കാരുടെയും സുരക്ഷയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നും സ്പൈസ് ജെറ്റ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. 36,000 അടി ഉയരത്തിൽ പറന്ന വിമാനം നിമിഷ നേരങ്ങൾ കൊണ്ട് 10,500 അടി താഴേക്ക് പോവുകയായിരുന്നു. ഷാങ്ഹായിൽ നിന്ന് ടോക്കിയോയിലേക്ക് പറന്ന ജപ്പാൻ എയർലൈൻസ് ബോയിങ് 737 വിമാനമാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലൂടെ കടന്നുപോയത്. വിമാനത്തിന്റെ അപ്രതീക്ഷിത തകരാറിന് പിന്നാലെ യാത്രക്കാർക്ക് ഓക്സിജൻ മാസ്ക് നൽകുന്ന സാഹചര്യമുണ്ടായി. വിമാനത്തിൽ 191 യാത്രക്കാരും ജീവനക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ പരിഭ്രാന്തിയിലൂടെയായിരുന്നു കടന്നുപോയതെന്ന് യാത്രക്കാരെല്ലാം പറഞ്ഞു. സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം കൻസായി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയും ചെയ്തു. ജപ്പാൻ എയർലൈൻസും അവരുടെ ഉപസ്ഥാപനമായ സ്പ്രിംഗ് ജപ്പാനും കോഡ് ഷെയർ കരാർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന വിമാനത്തിലായിരുന്നു സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഏകദേശം 36,000 അടി ഉയരത്തിൽ നിന്ന് വെറും 10 മിനിറ്റിനുള്ളിലാണ് ഇത്തരത്തിൽ ഈ വിമാനം താഴേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. വിമാനം തകരുമെന്നായിരുന്നു യാത്രക്കാർ പലരും വിചാരിച്ചത്. അത്തരത്തിലായിരുന്നു സംഭവങ്ങൾ. മർദ്ദം കുറയുന്നത് ആളുകളുടെ ബോധം നഷ്ടമാക്കുമെന്ന ആശങ്കയിൽ ഓക്സിജൻ മാസ്കുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഉടനടി തന്നെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോയാൽ വേണ്ടുന്ന നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നു. ഒരു തിരിച്ചുവരവില്ലാത്ത വിധം തങ്ങൾ അവസാനിക്കാൻ പോവുകയാണെന്ന് കരുതിയെന്നായിരുന്നു യാത്രക്കാർ പ്രതികരിച്ചത്. തന്റെ ശരീരം മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളതെന്ന് ആത്മാവ് ഇതുവരെ എത്തിയിട്ടില്ല, കാലുകൾ ഇപ്പോഴും വിറയ്ക്കുന്നു എന്നതടക്കമുള്ള പ്രതികരണം യാത്രക്കാർ നടത്തുമ്പോൾ ഏതൊരു മാനസികാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. രാത്രി 7 മണിയോടെ വിമാനം അതിവേഗം താഴുകയായിരുന്നു. 20 മിനിറ്റിൽ 3000 അടിയിലേക്ക് താഴുകയായിരുന്നു. ഇതിനിടയിൽ ഒരു യാത്രക്കാരൻ തന്റെ സ്വത്തുക്കളുടെ അവകാശികളെ എഴുതി വെക്കാനും ഇൻഷുറൻസ്, ബാങ്ക് കാർഡ്, പിൻവിവരങ്ങൾ എഴുതി വെക്കാനും തുടങ്ങി. അതായത് മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിമിഷങ്ങൾ. ഇപ്പോൾ മരിക്കും എന്ന് തന്നെ അവർ കരുതി. എന്തായാലും ഒസാക്കയിൽ വിമാനം സുരക്ഷിതമായി ഇറക്കി. ഇതോടെയാണ് ഈ യാത്രക്കാർക്കും ജീവനക്കാർക്കും ഒക്കെ ആശ്വാസമായത്. ആർക്കും പരിക്കുകളൊന്നും ഉണ്ടായില്ല. വിമാനത്തിൽ ഉണ്ടായിരുന്നവർക്ക് നഷ്ടപരിഹാരവും താമസവും കമ്പനി വാഗ്ദാനം ചെയ്തു. സംഭവത്തിന്റെ കാരണം കണ്ടെത്തുക എന്ന അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. സമാനമായ മറ്റൊരു സംഭവം ജൂൺ 14-ാം തീയതി ഉണ്ടായി. ദില്ലിയിൽ നിന്നും വിയന്നയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം ആകാശത്ത് വെച്ച് 900 അടി താഴ്ന്ന സംഭവം. അഹമ്മദാബാദിൽ ടേക്ക് ഓഫിന് മിനിറ്റുകൾക്ക് ശേഷം എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് ഒരാൾ ഒഴികെ എല്ലാവരും മരിച്ച് 2 ദിവസത്തിന് ശേഷമായിരുന്നു സംഭവം അരങ്ങേറിയത്. ബോയിങ് 777 വിമാനം 9 മണിക്കൂറും 8 മിനിറ്റും പറന്നതിന് ശേഷം വിയന്നയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ 2 പൈലറ്റുമാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഈയിടയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ വിമാനത്തിൽ പക്ഷിയിടിക്കുന്ന സംഭവം നടക്കുന്നതായിരുന്നു. ഡൽഹി തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനം ലാൻഡ് ചെയ്യാൻ 200 അടി ഉയരത്തിൽ നിൽക്കുമ്പോഴായിരുന്നു വിമാനത്തിൽ പക്ഷിയിടിച്ചത്. സുരക്ഷിതമായി ലാൻഡ് ചെയ്ത വിമാനത്തിന്റെ പൈലറ്റ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. പ്രാഥമിക പരിശോധനയിൽ വിമാനത്തിൽ കേടുപാടില്ലെങ്കിലും വിശദ പരിശോധന ആവശ്യമായതിനെ തുടർന്ന് ഡൽഹിയിലേക്കുള്ള മടക്കയാത്ര റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റുകയും ചെയ്തു. വിശദമായ പരിശോധനയ്ക്ക് ശേഷം വിമാനം തിരികെ ഡൽഹിയിലേക്ക് പറക്കുകയും ചെയ്തു. അതേസമയം മഴയെ തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ കഴിയാതിരുന്ന 2 വിമാനങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ വിമാനങ്ങൾ ഈ ആകാശത്ത് വെച്ച് അടിയന്തരമായി തിരിച്ചിറക്കുക, അല്ലെങ്കിൽ വഴി തിരിച്ചുവിടുക, അല്ലെങ്കിൽ യാത്ര വൈകുക, വിമാനത്തിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുക, വിമാനത്തിന്റെ ഈ ഭാഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുക, അങ്ങനെ നിരവധി സംഭവ വികാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.